ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയുടെ അമ്മ ആദ്യം ഇനി ശ്രുതിയുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിർത്തിയിട്ട് ആരും അറിയാതെ അവിടുന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ വീട്ടിലായി പോവാണ്. ആദ്യം എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രുതി നടക്കുന്നത്. ശ്രുതി എന്നിട്ട് ആദ്യം കൊണ്ടുപോയിട്ട് ഒരു ബോർഡിംഗ് സ്കൂളിലാക്കുകയാണ്. ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ കൊണ്ടുപോകുന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വിമല ശ്രുതിയുടെ പുറകെ നടന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ആദ്യം കൊണ്ടുപോയിട്ട് ബോർഡിംഗ് സ്കൂളിലാക്കുന്ന സമയത്ത് വിമല താഴെ നിന്ന് ഈ രംഗങ്ങളെല്ലാം കാണുന്നുണ്ട്. നിന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാന് അവനെ അവിടെ നിർത്തിയിട്ട് പോകുന്നത്, എന്നാ നീ ബോർഡിങ്ങിലാക്കാനാണല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണേ. എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു മനസാക്ഷി ഇല്ലാത്തതുപോലെ വിമലയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എന്തായാലും നിങ്ങള് എന്റെ മോന്റെ കാര്യം നോക്കണ്ട, ഞാന് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളാം, അവൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ എത്രയും വേഗം തന്നെ ഈ നാട്ടിൽ നിന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിമലയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വിമലയ്ക്കും ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം പഠിക്കുന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് TV പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പളും അതുപോലെ കുറച്ചു പേരൊക്കെ കൂടെ ചേർന്നിട്ട് വരുന്നുണ്ട്. അതും സുധിയുടെ ഷോറൂമിലേക്ക്. സ്കൂളിലേക്കാണെന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും സുധി ആണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഉപകാരം ചെയ്തതിനൊക്കെ നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനും പഠിച്ച ഒരാളാണ്, ഇത്രയും ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോഴേക്കും ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വന്ന് 2 വാക്ക് സംസാരിക്കുമെന്ന് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ സുധി ഇത്രയും ഡിഗ്രി ഒക്കെ എടുത്തുകൊണ്ട് വലിയ ആളായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ അത് മാത്രമല്ല സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയിട്ട് എയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, ശരിക്കും ഒരു റോൾ മോഡൽ ആവേണ്ട ആളാണെന്ന് കരുതിയിട്ടാണ് ഗസ്റ്റ് ആയിട്ട് സുധിയെ വിളിക്കുന്നത്. സുധിയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അവന് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസമാണ് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടിയൊക്കെ നടക്കുന്നത്. വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. സുധിയുടെ കൂടെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടിയാണ് പ്രോഗ്രാമിന് പോകുന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ സുധിയുടെ മുഖം ഭയങ്കരമായിട്ട് ദേഷ്യഭാവത്തിലാണ്. അത് കണ്ട നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല സുധി, നീ പോയ പോലെയല്ലല്ലോ തിരിച്ചു വന്നത്, എന്താ നിനക്ക് പിള്ളേരെ കയ്യിൽ നിന്ന് മുട്ടയറ് കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നീ ചുമ്മാ കാര്യം അറിയാതെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്താണ് സംഭവിച്ചതെന്നോ, മനുഷ്യന്റെ നാണവും മാനും എല്ലാം പോയി. ആ കഴുത ഇത്രയും നാള് നമ്മളെ വഞ്ചിക്കായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി പറഞ്ഞു കേൾക്കുമ്പോഴേക്കും എന്താ സുധി കാര്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, പോയതുപോലെയല്ലോ നിങ്ങൾ രണ്ടുപേരും തിരികെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല, ശ്രുതി എവിടെ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ഇല്ല അച്ഛാ, അവൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്ന് പറയാണേ. ഇത്രയും നാളായിട്ട് അവള് നമ്മളെ ചെറിയ രീതിയിലൊക്കെ പറ്റിക്കുക എന്നുള്ള കാര്യം അറിയായിരുന്നു. അവള് ചില മോഷണവും അതുപോലെ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യൂ എന്നുള്ള കാര്യം. അവൾക്ക് ഓൾറെഡി ഒരു കല്യാണം ആയതാണ്, അതില് അവൾക്കൊരു കുട്ടിയുണ്ട്. ശ്രുതിയെ അവള് 2ാം തവണ കല്യാണം കഴിച്ചാന്നുള്ള കാര്യം ചന്ദ്രമതി എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ കുറിച്ചിട്ട് പറയാണേ. അത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്നുള്ള കാര്യമാണ് സച്ചി ചോദിക്കുന്നത്. കാരണം സച്ചിക്കും ഇതൊട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവൾ ചേർന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കുകയാണ് ചെയ്തത്. എടാ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ ആദ്യം അവന്റെ അമ്മമ്മയും ആ പയ്യൻ എന്ന് പറയുന്നത് ശ്രുതിയുടെ മകനാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എല്ലാവരും ഷോക്കായ പോലെയാണ് നിൽക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് രവി പറയുന്ന സമയത്ത്, അച്ഛാ ഞാൻ ഇന്ന് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി പോയില്ലേ, അവിടെ ആ സ്കൂളിലാണ് ആദ്യം പഠിക്കുന്നത്. അവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പാളിന് പെട്ടെന്ന് തന്നെ ശ്രുതിയെ മനസ്സിലാകുകയും 2 ദിവസം മുമ്പ് ശ്രുതി ആദ്യം അവിടെ കൊണ്ടുപോയി ചേർത്തു. ഇവള് അവന്റെ അമ്മയാണെന്നും ഗാർഡിയനായിട്ട് വേറൊരു പെണ്ണിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. ഇവള് ഗൾഫിൽ പോകുന്നത് കൊണ്ട് എന്താവശ്യത്തിനും ഗാർഡിയനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ അവിടെ ചേർത്തത്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആദ്യയെ അവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അവര് ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ഹസ്ബൻഡ്, ഇവര് മരിച്ചുപോയി എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി പോയെന്ന് സുധി പറയാണ്. അത് മാത്രമല്ല, കല്യാണി എന്ന പേരിലാണ് അവന്റെ അമ്മയുടെ പേര് ഇവൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ശ്രുതി എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഓഹോ, അവൾക്ക് കള്ളം പറച്ചിൽ മാത്രമല്ല അല്ലെ, ഇങ്ങനത്തെ തേർഡ് റൈറ്റ് പണികളും ചെയ്യാൻ അറിയാലേ. ഒരു കല്യാണം കഴിച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു കല്യാണം കഴിച്ചല്ലേ,
അങ്ങനെ ചെയ്ത അവളെ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എരുതിയിട്ട് എണ്ണ ഒഴിക്കുന്നത് പോലെ സച്ചി സംസാരിക്കല്ലേ. അല്ല അച്ഛ, ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ച് ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം കൂടി മറച്ചു വെച്ചിട്ട് ഇവനെ കബളിപ്പിക്കല്ലേ അവള് ചെയ്തത്. അതിന് അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവള് എന്താ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ? ഞാൻ ഓൾറെഡി ഒരു പെണ്ണുമായിട്ട് 1 വർഷം കൂടെ കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ അതിന് മാത്രം എന്ത് വലിയ തെറ്റാ ചെയ്തത്? എനിക്ക് കല്യാണമായി, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അതിനുശേഷമാണ് ഞാൻ വേറെ കല്യാണം കഴിച്ചത്. അങ്ങനെയൊക്കെ പറയുന്ന അവളടുത്ത് ഇനി കൂടുതൽ എന്ത് സംസാരിക്കാനാണ്? അവളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിനുള്ളിലേക്ക് കയറി പറ്റിയത്. ആദ്യം അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നുള്ള കാര്യം പറഞ്ഞു. ആ കാര്യം പുറത്തായപ്പോ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്നാണ് അവള് പറഞ്ഞത്. ആദ്യം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, അപ്പോഴൊക്കെ അവളെ ആന്റി എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അത് പൗഡർ എടുത്തി പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക. സ്വന്തം മകനെ കൊണ്ട് ഒരമ്മയെ ആന്റി എന്ന് വിളിപ്പിക്കുന്നു. അവള് എത്രത്തോളം ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്. അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നത്? അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ആദ്യം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആദ്യയും ശ്രുതിയെയും കണ്ടുടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാല് ഞാൻ വെട്ടിക്കളയും. ആന്റി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും, ആന്റിയോ? ആരാടി നിന്റെ ആന്റി? സ്വന്തം മകനെ കൊണ്ട് നിന്നെ ആന്റി എന്ന് വിളിപ്പിക്കുന്നവളല്ലേ നീ? ആ നീയൊന്നും ഒരിക്കലും എന്നെ ആന്റി എന്ന് വിളിക്കരുത്. ഇങ്ങനത്തെ ഒരുത്തിയാണല്ലോ എന്റെ മകന്റെ തലയിൽ ഞാൻ കെട്ടിവെച്ചു കൊടുത്തത്. സുധി, ഇനിയെങ്കിലും നീ പറ, നിനക്ക് ഇവളുടെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അമ്മേ, എനിക്ക് ഇവളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ഇവളുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പേടിയാവാണ് ഇവളുടെ കൂടെ ജീവിക്കാൻ തന്നെ. ഇനിയും അവള് എന്തെല്ലാം കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അമ്മ അറിയാൻ വേണ്ടി സാധിക്കുക? തുടർന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് സുധേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കിയത്? സുധേട്ടനെ തന്നെ ഒരു പെണ്ണ് ചതിച്ച് 50 ലക്ഷം രൂപയും കൊണ്ട് പോയതാണ്. ആ ജീവിതത്തിൽ നിന്നൊക്കെ സുധേട്ടൻ കര കയറിയിട്ട് ചേച്ചിയും മൊത്തം ജീവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞങ്ങളും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു, സുധേട്ടന് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചിട്ട്. എന്നാ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കള്ളം മറിച്ചുകൊണ്ടല്ലേ സുധേട്ടന് കല്യാണം കഴിച്ചത്? ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രേവതി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇവള് ആ കള്ളം മാത്രമല്ല വലിയ എന്തൊക്കെയോ കള്ളങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഒരിക്കലും ഇവള് ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും വെച്ചിട്ടില്ല. അവളുടെ അച്ഛനങ്ങ് മലേഷ്യയിലാണ്, അങ്ങനെ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും അതുപോലത്തെ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ആവും ഇവളുടെ മനസ്സിലെന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു കൊച്ചുണ്ട് എന്നും ഒരു വിവാഹം കഴിഞ്ഞതാണ് എന്നുള്ള കാര്യം ഇവള് മറച്ചു വെക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അങ്ങനെ ഇവരുടെ സംസാരങ്ങൾക്കിടയിൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ രേവതിക്കും പാവം തോന്നുന്നുണ്ട്. വാ ആദ്യം എന്ന് പറഞ്ഞിട്ട് രേവതി കൂട്ടാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ചാടി വീഴുന്ന പോലെ പറയുന്നുണ്ട്, ഇവനെ ഈ വീടിന്റെ പടി പോലും കയറ്റരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഇവനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോ ഇവൻ കാരണം ഈ വീട്ടില് എന്തോ വലിയ പ്രശ്നം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഒരിക്കലും ഈ രീതിയിലായിരിക്കും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ചന്ദ്രമതി ആദ്യയെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ആദ്യം അല്ലെങ്കിലും എന്ത് തെറ്റാ ചെയ്തത്? അവന് ഈ പ്രായത്തിൽ എങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റുക? അവന്റെ അമ്മ എന്താണോ പറഞ്ഞത് അതുപോലെ അവൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പാവം കുട്ടി അവന് ഒന്നും അറിയാതെ ആയിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവന്റെ അടുത്ത് വീട്ടിലേക്ക് വരരുത്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് വീട്ടിൽ കയറരുത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അമ്മ പ്രത്യേകിച്ചും അവന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ രേവതിയും വർഷയും ശ്രീകാന്തും സച്ചിയും ഒക്കെ പറയുന്നുണ്ടേ. ആദ്യം ഇവിടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഇവളും കയറാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി പറയാണേ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ആന്റി എപ്പോഴും നമ്മളെ കാണുന്ന സമയത്ത് മാറി മാറി നടന്നത്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറയാണ്ടിരുന്നത്. കാരണം സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ഈ കാര്യം മനസ്സിലായില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ അതെങ്ങനെ രേവതി നമുക്ക് മനസ്സിലാവുക? സ്വന്തം മകനെ കൊണ്ട് ആന്റി എന്ന് വിളിപ്പിച്ചവളല്ലേ ഇവള്. അത്രയും തന്ത്രപരമായിട്ട് അവള് നീങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമല്ലേ അവൾക്കുണ്ടാവുള്ളൂ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന രവി അടക്കം പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഇനി നീ ഈ വീട്ടിൽ താമസിക്കരുത്. നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് മരുമകളായിട്ട് അംഗീകരിക്കാനും പറ്റില്ല. ഇങ്ങനെ ഒരുത്തിയാണ് എന്റെ മകൻ കെട്ടിയെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിൽ മൊത്തം നാണക്കേടായിട്ട് മാറും. അതിനും ഭേദം നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നതാണ്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്നുള്ള കാര്യവും അതുപോലെ നീ പണക്കാരിയാന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതായിരുന്നു, ഇനി എന്തെങ്കിലും കാര്യം നീ മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്നാ നീ എന്റെയും എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വിളക്കിന് മുമ്പിൽ വെച്ചിട്ട് നീ സത്യം ചെയ്തവളാണ്. എന്നാ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടായിരുന്നു നീ അന്ന് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരുത്തിയെ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്ത നീ ഇനി എന്തായാലും ഈ വീട്ടിൽ നിൽക്കണ്ട എന്നുള്ള കാര്യം രവിയും ശ്രുതിയുടെ മുഖത്തടിച്ചതുപോലെ പറയുകയാണേ. എന്തായാലും ഒരു നിമിഷം പോലും നീ ഇനി ഇവിടെ നിൽക്കരുത്.
എന്റെ മകനോട് ഇത്രയും ചെയ്ത് നിന്നെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി കൈ തടഞ്ഞു നിർത്തുന്നുണ്ടേ. ആന്റിക്ക് എന്നെ അടിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ശ്രുതിക്ക് എന്നെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ മകനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ എന്ന് കരുതിയിട്ട് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ എന്റെ മേൽ കൈവയ്ക്കാനുള്ള പരിപാടിയൊന്നും ആന്റി നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും വരട്ടുന്നുണ്ട് കേട്ടോ ശ്രുതി. പിന്നെ ഈ പറയുന്ന ശ്രുതി ഉണ്ടല്ലോ, ഇതുപോലെ ഒരു പെണ്ണിന്റെ കൂടെ ഒരു വർഷത്തോളം ജീവിച്ചതിന് ശേഷമല്ലേ എന്നെ കല്യാണം കഴിച്ചത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി, നീ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ അങ്ങനെ ഒരു കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടൊന്നുമല്ല ഞാൻ നിന്നെ സ്വന്തമാക്കിയത്. എന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മറച്ചു വെച്ചു. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ഇതിനു മുമ്പും നീ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു മറുപടി. അന്ന് നീ എൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിക്കായിരുന്നു. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടേ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇനി എന്തായാലും ശ്രുതി, നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. എത്രയും വേഗം തന്നെ നീ ഈ വീടിന്റെ പടി ഇറങ്ങിക്കൊള്ളണം എന്നുള്ള കാര്യം പറയാണേ. അത് കേട്ടോടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവളെ അങ്ങനെ വെറുതെ ഇറക്കി വിട്ടാലൊന്നും പോരാ. കള്ളങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ഇത്രയും നാൾ കബളിപ്പിക്കായിരുന്നു. അവളെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യട്ടെ ഇപ്പം തന്നെ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും, ആന്റി അങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ മകന് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഇത്രയും നാള് നീ എന്താ നിന്റെ മകന്റെ കൂടെയായിരുന്നോ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? നിന്റെ അമ്മയല്ലായിരുന്നോ അവനെ നോക്കിയത്? ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനെ ഒരു ഭാവമാറ്റം എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണേ. ചന്ദ്രമതി പറഞ്ഞ കാര്യം കേട്ട് സച്ചിയും പറയുന്നുണ്ട്, അതെ, ഇവളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്.